എടുക്കാനുള്ളത് മഹാത്മാഗാന്ധി ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ എടുത്തത്. മഹാത്മാഗാന്ധി വരെ എടുത്തു. അല്ലേ? ഇനി നമുക്ക് എടുക്കാനുള്ളത് റൂസോയാണ്. റൂസോ ആരാണ്? ജീൻ ജാക്സ് റൂസോ. അടുത്ത ചിന്തകന്റെ പേര് ജീൻ ജാക്സ് റൂസോ. ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നത് റൂസോ എന്ന്. നമുക്ക് നോക്കാം അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള തത്വചിന്തകനാണ് ആര്? റൂസോ. മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ ജന്മമെടുക്കുന്നത് സ്വതന്ത്രനായാണ്, പക്ഷേ എല്ലായിടത്തും അവൻ എങ്ങനെയാണ്? ചങ്ങലകളിലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലായിടത്തും റെസ്ട്രിക്ഷൻസ് ആണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. 1712 ജനീവയിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? റൂസോ ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വചനമാണ് ഇത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് പിറക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ്. തത്വചിന്തകനായിട്ടുള്ള റൂസോയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങളിൽ അദ്ദേഹത്തിന് എമിലിൻ എന്ന ഗ്രന്ഥത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ഫിലോസഫറാണ്, തത്വചിന്തകനാണ്. അദ്ദേഹത്തിന്റെ തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? എമിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എമിലിൻ. റൂസോയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? എമിലിൻ എന്നാണ്. എമിലിൻ എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേര് ഏതാണ്? എമിലിൻ എന്നാണ് കേട്ടോ. റൂസോയുടെ പ്രശസ്ത ഗ്രന്ഥത്തിന്റെ പേര്, ബുക്കിന്റെ പേര് എമിലിൻ. ആ ബുക്കിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആശയങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളാണ് ഈ എമിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തിലുള്ളത്. ലോർഡ് വെർലി ആ ഗ്രന്ഥത്തെ ശിശുക്കളുടെ മോചനത്തിന്റെ പ്രഖ്യാപനം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ലോർഡ് മെർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്തകൻ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഈ എമിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ശിശുക്കളുടെ മോചനത്തിന്റെ പ്രഖ്യാപനം, ശിശുക്കളുടെ സ്വാതന്ത്ര്യം കിട്ടുക അല്ലെ, ശിശുക്കളുടെ മോചനത്തിന്റെ പ്രഖ്യാപനം എന്നാണ് ലോർഡ് മെർലി എന്തിനെ വിശേഷിപ്പിച്ചത്? നമ്മുടെ റൂസോയുടെ എമിലിൻ എന്ന ഗ്രന്ഥത്തെ വിശേഷിപ്പിച്ചത്. പിന്നെ ശിശുക്കളെ ശരിയായ പഠനമാർഗങ്ങൾ അഭ്യസിപ്പിക്കാനുള്ള ശ്രമമാണ് റൂസോ നടത്തുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാവ്യക്തിത്വമാണ് ആര്? റൂസോ. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം അല്ലെ, എല്ലാവർക്കും തുല്യത ഉണ്ടാവും, അതാണ് സമത്വം. സ്വാതന്ത്ര്യം കിട്ടുക, അതേപോലെ തന്നെ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുക. അപ്പൊ ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് ആര്? നമ്മുടെ റൂസോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പഠിക്കുക. ഇനിയുണ്ട് ഇതിൽ, അതൊന്നും പറയുന്നില്ല. പ്രധാനപ്പെട്ടത് എന്താണ്? 1712 ജനീവയിൽ ജനിച്ചു. മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവൻ എന്താണ്? ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ആശയങ്ങളും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിന്റെ പേര് അഥവാ ആ ബുക്കിന്റെ പേരാണ് എമിലിൻ. ബർത്ത് ഇയർ ഒക്കെ ചോദിക്കോ? എന്താണ്? ജനന തീയതിയൊക്കെ ജനന ഡേ ഇത് ഇയർ ഒക്കെ ചോദിക്കോ? ഇയർ നിർബന്ധമല്ലേ എഴുതണമെങ്കിൽ? ഇയർ ഒക്കെ അറിയില്ലെങ്കിൽ എഴുതാൻ നിൽക്കണ്ട, വെറുതെ തെറ്റിക്കണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ഫിൽ ദ ബ്ലാങ്ക്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊന്നും ഇയർ വരില്ല. ഇയർ വരില്ല. ബുക്ക് ഇങ്ങനത്തെയൊക്കെയാണ് വരിക. സിദ്ധാന്തങ്ങള്, ബുക്കുകൾ ഇതൊക്കെയാണ് മാച്ച് ദ. റൂസോന്റെ തന്നെ വേറെ ടെക്സ്റ്റ് ഇല്ലേ, കൺഫെഷൻസ് എന്നും പറഞ്ഞൊരു? ഉണ്ട്. അതൊന്നും നമുക്ക് ഇതിലില്ലല്ലോ. ഇതിലുള്ളത് എമിലിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എമിലിൻ. അപ്പൊ ഇത് ചിലപ്പോ എമിലിൻ എന്ന് പറഞ്ഞ ബുക്ക് റിട്ടൺ ബൈ ഡാഷ്, എമിലിൻ ബുക്ക് റിട്ടൺ ബൈ ഡാഷ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ചിന്തകരുടെ പേര് കൊടുക്കും ചിലപ്പോൾ അതില്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ, കുറെ ഫിലോസഫേഴ്സിന്റെ പേര് കൊടുത്താൽ. അപ്പൊ അതിൽ എമിലിൻ ആരാ എഴുതിയെന്ന് നമുക്ക് എടുത്തെഴുതാം. അല്ലാണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇല്ല നമുക്ക്. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ്, പിന്നെ 5 മാർക്ക്,
പിന്നെ 10 മാർക്ക് 15 മാർക്ക് അങ്ങനെയാണ്. മിസ് Okay. 15 മാർക്കിനൊക്കെ ഉണ്ടാവോ ക്വസ്റ്റ്യൻസ്? എസ് എ ഏറ്റവും വലിയ എസ് എ 15 മാർക്കാണ്. 15 മാർക്കാണ് എസ് എ വരിക. അപ്പോ അതൊരു 3 പേജ് 4 പേജിന്റെ അടുത്ത് എഴുതേണ്ടി വരും. ഇങ്ങനെ 30 പേജ് ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു പുറം അങ്ങനെയൊക്കെ എഴുതേണ്ടി വരും. എന്നാലല്ലേ 15 മാർക്ക് നമുക്ക് തരാൻ പറ്റുള്ളൂ. 5 മാർക്കിന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതല് ഒരു പുറമാണ്. അപ്പൊ 15 മാർക്കിന് എന്ന് പറയുമ്പോൾ ഒരു 3 പുറമെങ്കിലും മിനിമം വേണമെന്നാണ്. 15 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. 3 അല്ലെങ്കിൽ 2. ഉണ്ടോ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലായിരുന്നു ഇടയ്ക്കൊരു ദിവസം. ഇന്നലെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളില്ലായിരുന്നു അല്ലേ? ഞാൻ കണ്ടില്ല. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ അല്ല കയ്യിലുണ്ട്. മിസ്സേ, അത് സെൻഡ് ചെയ്തെന്നാ മതി മിസ്സേ. ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താ പോരെ അസിന മിസ്സേ, അങ്ങനെ ചെയ്താൽ മതില്ലേ? സെൻഡ് ചെയ്യാട്ടോ. വേറെ എന്റെ ഫോണിൽ ഇരിപ്പുണ്ട് PDF ആയിട്ട്, അത് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ വന്നിട്ടുള്ള കണ്ടില്ലേ 5 മാർക്ക് മാച്ച് ദ ഫോളോയിങ്ങും, പിന്നെ 5 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ്, 15 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോ റൂഫോയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. എമിലിയൻ എന്ന ബുക്ക് ഓർക്കുക. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വചനം, മനുഷ്യൻ സ്വതന്ത്രനാണ് പറക്കുന്നത്, എന്നാൽ മനുഷ്യൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്നുള്ളത്. ചിലപ്പോൾ ആ കൊട്ടേഷൻ തന്നിട്ട് ചിലപ്പോൾ ഇത് ആരാ എഴുതിയതാന്ന് ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം വൺ വേർഡ് ചിലപ്പോ. അപ്പോ അത് നോക്കുക. പിന്നെ ശിശുക്കളുടെ മോചനത്തിന്റെ പ്രഖ്യാപനം എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? എമിലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥത്തെ ആരാണ്? ലോർഡ് മെർലി. പിന്നെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിച്ച മഹത് വ്യക്തിയാണ് ആര്? റൂസോ. ഇത്രയും കാര്യങ്ങൾ അതിൽ പറയാനുള്ളൂ. പിന്നെ ഇനി അദ്ദേഹത്തിന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ് പറയാനുള്ളത്. മെത്തഡ് ഓഫ് ടീച്ചിങ്ങിൽ പറയുന്നത്, പാഠപുസ്തകത്തിന് ഒരു സ്ഥാനവും നൽകാതിരുന്ന റൂസോ കുട്ടി സ്വയം ചിന്തിച്ച് അവന്റെ പ്രയത്നത്താൽ പഠിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തു. കണ്ടോ, പാഠപുസ്തകത്തിന്, ടെക്സ്റ്റ് ബുക്കിന് ഒരു പ്രാധാന്യം അദ്ദേഹം നൽകിയിട്ടില്ല. എന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹം? കുട്ടി സ്വയം ചിന്തിച്ചിട്ട് അവന്റെ പ്രയത്നത്താൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, പഠിക്കണം. അവിടെ പാഠപുസ്തകത്തിനല്ല ഇമ്പോർട്ടന്റ്, അവിടെ ആർക്കാണ്? കുട്ടിക്കാണ്. കുട്ടി അവിടെ സ്വയം എന്ത് ചെയ്യണം? അറിവ് നിർമ്മിച്ചെടുക്കണം, അറിവ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതാണ് പറയുന്നത്. പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, നേരനുഭവങ്ങളിലൂടെയുള്ള പഠനം, അന്വേഷണാത്മക രീതി, ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന തത്വങ്ങള്, സാമൂഹിക പങ്കാളിത്തം, വ്യക്തിഗത ബോധനം എന്നിവയാണ് അദ്ദേഹം നിർദ്ദേശിച്ച പഠന രീതികൾ. റൂസോ നിർദ്ദേശിച്ച പഠന രീതികൾ ഏതൊക്കെയാണ്? മെത്തഡ് ഓഫ് ടീച്ചിങ് ഏതൊക്കെയാണ്? പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുട്ടി സ്വയം ചെയ്തു പഠിക്കുക, അതാണ് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം. ഓക്കെ, കുട്ടി സ്വയം എന്ത് ചെയ്യണം? ചെയ്തു പഠിക്കണം, അതാണ് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം. നെക്സ്റ്റ് പറയുന്നത് നേരനുഭവങ്ങളിലൂടെയുള്ള പഠനം. നേരനുഭവങ്ങളിലൂടെയുള്ള പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി എന്ത് ചെയ്യണം? കുട്ടിക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുട്ടിയെ അനുഭവിച്ച്, അല്ലെ, അനുഭവത്തിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മറക്കൂല എന്ന് പറയില്ലേ, അതാണ് നേരനുഭവങ്ങളിലൂടെയുള്ള പഠനം. അന്വേഷണാത്മക രീതി, ഒരു കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്യുക? അന്വേഷിച്ച് കണ്ടെത്താനുള്ള ത്വര ഉണ്ടാവുക, അല്ലെ, മനസ്സിലാക്കാൻ. കൂടുതൽ ചില കുട്ടികളുണ്ടല്ലോ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് സ്വയം മനസ്സിലാക്കി കണ്ടെത്തി പഠിക്കുക, അതാണ് അന്വേഷണാത്മക രീതി. പിന്നെ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന തത്വങ്ങള്, ഒരു കാര്യത്തെ കുറിച്ച് പറയണമെങ്കിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ എന്ത് ചെയ്യുക? അതിനെ അവതരിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. പിന്നെ സാമൂഹിക പങ്കാളിത്തം, അല്ലെ, സമൂഹത്തോട് ഇഴുകിച്ചേർന്ന്, അല്ലെങ്കിൽ സമൂഹത്തെ അറിഞ്ഞ്, അല്ലെ, സമൂഹവുമായി ഇഴുകിച്ചേർന്ന് എന്ത് ചെയ്യുക? സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ വ്യക്തിഗത ബോധനം, എന്ത് ചെയ്യാണ്? സ്വയം എന്ത് ചെയ്യുക? പഠിക്കുക. ഇതെല്ലാ കാര്യങ്ങളും ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ പ്രവർത്തനത്തിലൂടെയുള്ള പഠനം, നേരനുഭവങ്ങളിലൂടെയുള്ള പഠനം, അന്വേഷണാത്മക രീതി, ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന തത്വങ്ങൾ, സാമൂഹിക പങ്കാളിത്തം, വ്യക്തിഗത ബോധനം. ഇത്രയാണ് സ്വയം പഠിക്കുക, അതാണ് വ്യക്തിഗത ബോധനം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി റൂസോയുടെ കൺസെപ്റ്റില് ശൈശവകാലമായിട്ട് അദ്ദേഹം കാണുന്നത് ഏത് കാലമാണ്? ജനനം മുതൽ 2 വയസ്സ് വരെയാണ്.
ശൈശവകാലം എത്രയുള്ളത്രേ? ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയാണ് ശൈശവകാലം. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നാണല്ലോ നമ്മുടെ സ്റ്റേജസ്. മനുഷ്യന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഈ ശൈശവം എന്ന് പറയുന്നത് റൂസോയുടെ കൺസെപ്റ്റില് 0 to 2 years ആണ്. ജനനം മുതൽ 2 വയസ്സ് വരെ, അതാണ് 0 to 2 years എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തില് 0 to 2 yearsൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? കായിക വികാസമാണ് അല്ലെ? കുട്ടിക്ക് കായികമായിട്ടുള്ള വികാസം, ഫിസിക്കൽ ആയിട്ടുള്ള വികാസമാണ് കുട്ടിക്ക് നൽകേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുക. സാൻമാർഗികവും ബുദ്ധിപരവുമായ വികസനം ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. പിന്നെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം, പ്രകൃതിയിലെ ശ്രമങ്ങളോടുള്ള വിധേയത്വമാണ് ഇക്കാലത്ത് ഉദ്ദേശിക്കുന്നത്. എന്താണ് സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? നമുക്ക് നമ്മൾ ഒരുപാട് എന്താ പറയാ ചട്ടക്കൂടിനകത്താണ് എപ്പോഴും ജീവിക്കാൻ നമുക്കറിയാം അല്ലെ? നമ്മളിപ്പോ എന്ത് ഫ്രീഡം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ? നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. സ്വാതന്ത്ര്യക്കുറവുണ്ടാവാം. നമ്മൾ പറയുന്നു എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ട്, ഇത്ര ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എല്ലാത്തിനും കുറച്ച് ചെറിയ റെസ്ട്രിക്ഷൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അല്ലെ? അതാണ് സാമൂഹികമായ ബന്ധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പല ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ അത് പിന്നെ പ്രകൃതിയുടെ ശ്രമങ്ങളോടുള്ള വിധേയത്വം, പ്രകൃതിയോടുള്ള ഒരു വിധേയത്വം ഉണ്ടല്ലോ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെയാണ് കുട്ടികളോട് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അവയവങ്ങളെല്ലാം പ്രവർത്തനക്ഷമമാക്കാൻ ഒതുക്കണം ഈ ഒരു കാലഘട്ടം. എല്ലാ അവയവങ്ങളും, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ സെൻസ് ഓർഗൻസും അതേപോലെ തന്നെ മറ്റുള്ള അവയവങ്ങളും അല്ലെ ഒക്കെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രവർത്തനക്ഷമമാക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? കുട്ടികൾക്ക് ഏത് തരത്തിലുമുള്ള കാര്യങ്ങളും കുട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് അങ്ങോട്ട്. അപ്പോ നമ്മുടെ എല്ലാ ശരീരാവയവങ്ങളും എന്ത് ചെയ്യണം? പ്രവർത്തനക്ഷമമാക്കുന്ന രീതിയിലായിരിക്കണം കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആസൂത്രണം ചെയ്യേണ്ടത്. പിന്നെ പ്രകൃതിയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെ കുട്ടി മൂല്യങ്ങൾ സ്വായത്തമാക്കിക്കൊള്ളുമെന്നായിരുന്നു റൂസോയുടെ പക്ഷം. നമ്മൾ വാല്യൂസ് അല്ലെ, വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ കുട്ടി അത് സ്വയം നേടിയെടുത്തുകൊള്ളും എന്നാണ് ആര് പറയുന്നത്? റൂസോ പറയുന്നത്. പ്രകൃതിയിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കുട്ടി എന്ത് ചെയ്തോളും? ആ വാല്യൂസ് ക്യാച്ച് ചെയ്തോളും എന്നാണ് പറയുന്നത്. നമ്മൾ വാല്യൂസിന് അല്ലെങ്കിൽ കുട്ടിയിൽ വാല്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. കുട്ടി എന്ത് ചെയ്തോളും? അത് സ്വയം നേടിയെടുത്തോളും എന്ന്. അതാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ റൂസോ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ജോൺ ഡൂയി ആണ് കേട്ടോ. ജോൺ ഡൂയി നോക്കാം. ഇതിൽ പറയുന്നത് ന്യൂ ഇംഗ്ലണ്ടിലെ വെർമൗണ്ടിലാണ് ആര് ജനിക്കുന്നത്? ജോൺ ഡൂയി. ഇംഗ്ലണ്ടിലെ വെർമൗണ്ട് 1959 മിസ്സേ 1800 അല്ലേ? 1859 ആട്ടോ. ഇത് തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. 1859 വരിക. അപ്പോഴാണ് ഇവിടെ 1879 മരിച്ചത്. കണ്ടോ? സോറി, മരിക്കല്ല, ബിരുദം നേടിക്കഴിഞ്ഞ് പിന്നെ അധ്യാപകത്വത്തെ സ്വീകരിച്ചു. അപ്പൊ ബിരുദം നേടണമെങ്കിൽ 20 വയസ്സാവണ്ടേ? അപ്പൊ 1859 ജനിച്ച് 1879 ബിരുദം നേടി, ഡിഗ്രി. അങ്ങനെയാണ് കേട്ടോ. അപ്പോ ഇംഗ്ലണ്ടിലെ വെർമൗണ്ടില് 1859 ജനിച്ചു ആര്? നമ്മുടെ ജോൺ ഡൂയി. 1879 അദ്ദേഹം ബിരുദം നേടിയത്. എന്നിട്ട് അദ്ദേഹം അധ്യാപക വൃത്തി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പണ്ടൊന്നും ഇപ്പോഴത്തെ പോലെ BEdോ TTCയോ പ്രീ പ്രൈമറി TTCയോ അങ്ങനത്തെ ഒന്നും വേണ്ടായിരുന്നു. നമ്മുടെ ജസ്റ്റ് 10ാം ക്ലാസ് ഉള്ളവർ വരെ അധ്യാപകരായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ലെ? 10ാം ക്ലാസ് കഴിഞ്ഞാല്, പണ്ട് കുറേ കാലം മുന്നേ, പണ്ട് ഡിഗ്രി കഴിഞ്ഞാല് അല്ലെ, അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അധ്യാപകരാവാൻ പറ്റും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഏതൊരു പ്രൈവറ്റ് സ്കൂളിൽ പോയാലും എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ജോലി കിട്ടുള്ളൂ. വെറും ഡിഗ്രി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ടീച്ചർ ആവാൻ പറ്റുമോ? ഇല്ല.
ടീച്ചിങ് ട്രെയിനിങ് അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അവിടെ ഏതൊരു സ്കൂൾ ആയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അദ്ദേഹം അധ്യാപകർക്ക് സ്വീകരിച്ചു. പിന്നെ പരീക്ഷണ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ പറ്റി പരീക്ഷണം നടത്തുകയും ഈ പരീക്ഷണം അദ്ദേഹത്തെ വിശ്വപ്രശസ്തനാക്കുകയും ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു, പരീക്ഷണ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. എന്നിട്ട് എന്ത് ചെയ്തു, പലതരത്തിലുള്ള വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, പരീക്ഷണം നടത്തി എന്നാണ് പറയുന്നത്. പിന്നെ തന്റെ സിദ്ധാന്തങ്ങളെല്ലാം ഡൂയി ഈ വിദ്യാലയങ്ങളിൽ പരീക്ഷിച്ചു നോക്കി. അപ്പൊ അദ്ദേഹം പരീക്ഷണ വിദ്യാലയം സ്ഥാപിച്ചു. അപ്പൊ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പരീക്ഷണം നടത്തി എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തെ വിശ്വപ്രശസ്തനാക്കിയത് ഈ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തന്റെ സിദ്ധാന്തങ്ങളെല്ലാം ഡൂയി എന്ത് ചെയ്തു, ഈ പരീക്ഷണ വിദ്യാലയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, പരീക്ഷിച്ചു നോക്കി എന്നാണ് പറയുന്നത്. ഒരുപാട് തത്വചിന്തകൾ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്തു, ഈ പരീക്ഷണ വിദ്യാലയത്തിൽ വെച്ചിട്ട് പരീക്ഷിച്ചു നോക്കി. അവയിൽ നിന്നും നേടിയ പ്രായോഗിക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച തന്റെ അഭിപ്രായത്തെ ഡൂയി എന്ത് ചെയ്തു, പരിഷ്കരിച്ചു. അപ്പൊ ഇതിൽ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡൂയിൻ്റെത് പറയാനുള്ളത്. ഇതിൽ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ ഒരു മെത്തഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മറന്നുപോയാ? ഇതാണ് അദ്ദേഹത്തിന്റെ മെത്തഡ്. ആരത് മിസ്സേ? കിൻഡർ ഗാർഡൻ ആണോ, അങ്ങനെയാണോ? അല്ല, ആ മെത്തേഡ് കിൻഡർ ഗാർഡൻ അല്ല, അതേപോലത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചില്ലേ? കഴിഞ്ഞ ചാപ്റ്ററില് 1 മിനിറ്റ് എന്റെ മോനെ ക്ലാസ് കണ്ട് എന്റെ ഫോണിന്റെ ചാർജ് ഒക്കെ തീർത്തുണ്ട്. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ മിസ്, കാണുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിട്ട് ഫുള്ള് ക്ലാസ് 1 മണിക്കൂറായി കാണാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞപ്പോ ഫോൺ കുത്തിയേക്കണ പരിപാടി ഇല്ലല്ലോ, ഒരു കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത് 10 ആണ് ചാർജ്. ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും 10 ആയതുകൊണ്ട്. ഇപ്പൊ അത് പെട്ടെന്ന് ലോ ആവില്ല, സൂം അല്ലേ. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ലോ ബാറ്ററി. ഓരോ കാര്യം കഴിഞ്ഞാൽ മതി, പിന്നെ ഫോൺ കുത്തിയേക്കുന്ന പരിപാടി ഒന്നും. രീതി എന്നൊക്കെ പറഞ്ഞ സംഭവമാണോ? ഏതാടാ? മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, അതാ ഡാൾട്ടൺ രീതി എന്നൊക്കെ പറഞ്ഞത് അതാണോ? അതെ, ജോൺ ഡൂയിന്റെ ഒരു മെത്തേഡ് നമ്മൾ ഇതിന്റെ മുന്നേ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അത് മറന്നുപോയാ? പ്രൊജക്ട് മെത്തേഡ് ആണോ മിസ്സേ? അത് തന്നെ, വെരി ഗുഡ്. പ്രൊജക്ട് മെത്തേഡ് ഓർമ്മണ്ടോ? പ്രൊജക്ട് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ടെക്സ്റ്റ് ബുക്കില്ല മിസ്സേ, വെച്ച് പറഞ്ഞതാണ്. പ്രൊജക്ട് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡൂയി. ലേണിംഗ് ബൈ ഡൂയിങ്, ജോൺ ഡൂയി. ഓർമ്മണ്ടോ? ചെയ്തു പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ പ്രൊജക്ട് മെത്തേഡ് ഒക്കെ. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാ? പ്രൊജക്ട് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡൂയി. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ 1859 ഇംഗ്ലണ്ടിലെ വെർമോണ്ടിൽ ജനിച്ചു. 1879 ബിരുദം നേടി. പരീക്ഷണ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട.
ഓക്കെ ഓക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളത് മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്നത് ഭാവി ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയല്ല, മറിച്ച് അതൊരു ജീവിത പ്രക്രിയ തന്നെയാണെന്നാണ് ഡുയി എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഭാവി സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ കുട്ടികളോട് അങ്ങനെയാ പറയാം അല്ലെ, നമ്മുടെ ഭാവി സേഫ് ആവണം എന്നുള്ളത് മാത്രമാണല്ലോ നമ്മുടെ ചിന്താഗതി. അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, ഭാവി ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയല്ല, മറിച്ച് അതെന്താണ്, ഒരു ജീവിത പ്രക്രിയ തന്നെയാണ് എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മുടെ ഭാവിയെ സേഫ് ആക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയ അല്ല, അതെന്താണ്, അതൊരു ജീവിത പ്രക്രിയ തന്നെയാണ്. അല്ലെ, നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സ് നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ തന്നെയാണ് എന്ത്, വിദ്യാഭ്യാസം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജോൺ ഡൂയി പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കുട്ടികൾ വിദ്യാലയത്തിൽ എത്തുന്നത് ഒരു ഒഴിഞ്ഞ സ്ലേറ്റിന് സമാനമായിട്ടുള്ള ഒരു മനസ്സുമായിട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ ചിന്തകനാണ് ആര്, ജോൺ ഡൂയി. കുട്ടികൾ വിദ്യാലയത്തിൽ എത്തുന്നത്, സ്കൂളുകളിലേക്ക് എത്തുന്നത് ഒഴിഞ്ഞ സ്ലേറ്റിന്, അവരുടെ മനസ്സ് എന്താണ്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളതാണ്. ഒഴിഞ്ഞ സ്ലേറ്റിന് സമാനമായിട്ടുള്ള അതേപോലെയുള്ള ഒരു മനസ്സായിട്ടാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വിദ്യാലയത്തിലേക്ക് എത്തുന്നത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ജോൺ ഡൂയി. പിന്നെ പഠനം പ്രവൃത്തിയിലൂടെ, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്, ജോൺ ഡൂയി ആണ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിലും നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? മിസ് എടുത്ത പോർഷനിൽ മാത്രമല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ലീവ് ചെയ്ത പോർഷൻ ഉണ്ടാവില്ലല്ലോ? ഇല്ല 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 ഇല്ല, ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ കേട്ടാ. പിന്നെ ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ളത്, ഇതിൽ പറയുന്നുണ്ട്, ഇതങ്ങനെ ചോദിക്കാറൊന്നുമില്ല മാക്മില്ലൻ സിസ്റ്റേഴ്സിനെ കുറിച്ച്, പക്ഷെ ഇതിൽ ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട്, എന്താണ്, പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. കണ്ടോ, പ്രീ പ്രൈമറി നമ്മൾ ഇതിന്റെ മുന്നേ ഇത് പഠിച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് മറിച്ച് നോക്കിക്കേ, ബുക്ക് ഉള്ളവരാണെങ്കിൽ അറിയാം. ഇപ്പുറത്ത് ഏതാണ്, പ്രീ പ്രൈമറി എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറയാ, സഹോദരന്മാര് മാക്മില്ലൻ സിസ്റ്റേഴ്സ്, മാർഗരറ്റ് മാക്മില്ലനും റേച്ചൽ മാക്മില്ലനും, ഓർമ്മ ഉണ്ടോ? നഴ്സറി വിദ്യാഭ്യാസം അല്ലെ, കിൻഡർ ഗാർഡൻ എന്നിങ്ങനെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് നഴ്സറി സ്കൂൾ എന്ന് നാമകരണം ചെയ്തത് മാക്മില്ലൻ സഹോദരനാണ്. അല്ലെ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പല പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട്. നഴ്സറി വിദ്യാഭ്യാസം ഉണ്ട്, കിൻഡർ ഗാർഡൻ ഉണ്ട് എന്നിങ്ങനെ. ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് നഴ്സറി സ്കൂൾ എന്ന പേര് കൊടുത്തത് ആരാണ്, മാക്മില്ലൻ സഹോദരന്മാരാണ്. ഓക്കെ, ഈ നഴ്സറി സ്കൂൾ സ്ഥാപിച്ചത് അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, മാക്മില്ലൻ സഹോദരന്മാരാണ്. അപ്പൊ അതൊന്നും ആലോചിച്ച് വെക്കണം, ടോപ്പ് വെക്കണേ. അവിടെ ഇത് മാത്രമേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാക്മില്ലൻ സിസ്റ്റേഴ്സില് കണ്ടല്ലോ, വേറെ ഒന്നും അതിൽ അങ്ങനെ പഠിക്കാനൊന്നുമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും അതിൽ പറയുന്നില്ല. സാമൂഹിക പരാധീനതകൾ കുട്ടികളുടെ വൈകാരികവും ഭൗതികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മാക്മില്ലൻ സിസ്റ്റേഴ്സ് 1909 പ്രസ്താവിച്ചു. കുട്ടികൾ പഠന കാര്യത്തിനുള്ളിലേക്കല്ല പോകേണ്ടത്, മറിച്ച് അവന്റെ കുടുംബത്തിലേക്കും സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലേക്കുമാണ്. പ്രീ പ്രൈമറി സ്കൂളുകളിൽ പഠിക്കാൻ വന്ന കുട്ടിയുടെ അച്ഛനമ്മമാരെ സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുവാൻ അവർ നിഷ്കർഷിച്ചു. കൂടെയുള്ള ഭവന സന്ദർശനത്തിലൂടെ ഈ ബന്ധം ദൃഢമാക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും വേണ്ട, ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും അതിൽ പറയുന്നില്ല. കണ്ടല്ലോ, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പ്രീ പ്രൈമറി സ്കൂളിന് നഴ്സറി സ്കൂൾ എന്ന പേര് നൽകിയിട്ടുള്ളത് ആരാണ്, മാക്മില്ലൻ സിസ്റ്റേഴ്സ്, ദാറ്റ് ഓൺലി. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടാ. ചിലപ്പോൾ അത് വൺ വേർഡ് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പ്രീ പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ചിലപ്പം ചോദിക്കാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. പ്രീ പ്രൈമറി സ്കൂളിന് നഴ്സറി സ്കൂൾ എന്ന പേര് കൊടുത്തത് ആരാണ്, മാക്മില്ലൻ സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത്, അടുത്തത് നമ്മൾ പഠിച്ച ആളെ തന്നെയാണ്. നമ്മൾ ഇതിന്റെ മുന്നേ കിൻഡർ ഗാർഡൻ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിൽ, ഓർമ്മ ഉണ്ടോ? കിൻഡർ ഗാർഡൻ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്, കിൻഡർ ഗാർഡൻ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പറയ്, എന്നോട് വെക്കല്ലേ, ഞാൻ പഠിപ്പിച്ച ആരാണ്? ജോൺ അങ്ങനെ എന്തോ പേര്, ജോൺ എന്നല്ല, ആൽഫ്രഡ് ഫ്രബൽ. ആൽഫ്രഡ് ഫ്രബൽ.
കിൻഡർ ഗാർഡൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. കിൻഡർ ഗാർഡൻ ഒന്നും നിങ്ങൾ പഠിക്കുന്നത് പ്രീ പ്രൈമറി അല്ലെങ്കിൽ മോണ്ടിസോറി ആണ്. അപ്പൊ എന്തായാലും ഈ മോണ്ടിസോറി ഉണ്ടാവും, പ്രീ പ്രൈമറി ഉണ്ടാവും, കിൻഡർ ഗാർഡനും ഉണ്ടാവും. ഇത് ഉറപ്പാണ്. എന്തായാലും ഈ 3 ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അതെന്തായാലും ഈ 3 എന്തായാലും പഠിച്ചോളി. അപ്പൊ കിൻഡർ ഗാർഡൻ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ഏത് ഉറക്കത്ത് ചോദിച്ചാലും പറയണം. ആരാണ്? മോണ്ടിസോറി മെത്തേഡിന്റെ ഉപജ്ഞാതാവ് മറിയം മോണ്ടിസോറി. അറിയാം, മോണ്ടിസോറി. ആ അപ്പോ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ആൽഫ്രഡ് ഫ്രബൽ ആണ്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വിപ്ലവകരമായ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചതും ലോകമെമ്പാടും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയതുമായിട്ടുള്ള കിൻഡർ ഗാർഡൻ സംവിധാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ ആൽഫ്രഡ് ഫ്രബൽ ആണ്. കിൻഡർ ഗാർഡൻ അതിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് ഫ്രബൽ. എന്താണ് കിൻഡർ ഗാർഡൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കിൻഡർ ഗാർഡൻ എന്ന പേര് കൊടുത്തത്? ശ്രദ്ധിച്ചോളൂ. എന്താണ്? ഒരു നല്ല തോട്ടക്കാരന്റെ മേൽനോട്ടത്തിൽ ചെടികൾ എങ്ങനെയാണ് തഴച്ചു വളർന്ന് സൗരഭ്യം വിതറുമോ അതുപോലെ കുട്ടികൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരികളായ നല്ല പൗരന്മാരായി തീരണമെന്നാണ് ഫ്രബലിന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായോ വല്ലതും? ഒരു നല്ല നമ്മുടെ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തില് കുറെ ചെടികൾ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല അല്ലെ. ആ ചെടികൾ നമ്മൾ പരിപാലിക്കുകയും വേണം. അതിന് വെള്ളവും വളവും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താലേ അല്ലെ, സൂര്യപ്രകാശം അങ്ങനെ എല്ലാം നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ആ ചെടികൾ വളർന്ന് വലുതായി അതിന് നല്ല പൂക്കൾ ഉണ്ടാവുള്ളൂ അല്ലെ. നല്ല സൗരഭ്യം വിതറുന്ന, നല്ല സുഗന്ധം വിതറുന്ന പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് സുഗന്ധം വിതറുക എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവർക്കാണ് അത് നൽകുന്നത്, നമുക്ക് ആ പൂവിനല്ല. ആ പൂവ് എന്ത് ചെയ്യുന്നു? പൂവിട്ട് കഴിഞ്ഞാൽ അതിന്റെ സുഗന്ധം മറ്റുള്ളവർക്ക്, നമുക്ക് എല്ലാവർക്കുമാണ് കിട്ടുന്നത് അല്ലെ. അപ്പോ അതുപോലെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കിൻഡർ ഗാർഡൻ. നമ്മൾ പോലെ കിൻഡർ ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കിൻഡർ ജോയ്, കിൻഡർ ജോയ് ആ ഒരു ഇതല്ല, അങ്ങനെ നമ്മളൊരു ചെറുത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന, കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുത് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ കിൻഡർ ജോയ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിഠായി ആണല്ലോ. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. 35 റുപ്യ 40 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ആകെ ഒരു ഇത്ര പോകുന്ന സാധനം ഉണ്ടാവും. പക്ഷെ നമ്മൾ പൊട്ടന്മാരായിട്ടുള്ള പാരന്റ്സ് എന്ത് ചെയ്യും? അത് വാങ്ങിക്കൊടുക്കും. അത് അത്ര വലിയ നല്ല സാധനവുമല്ല അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താണ്? ഒരു പൂന്തോട്ടം നന്നായിട്ട് തഴച്ചു വളർന്ന് അതിൽ സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടായി അത് മറ്റുള്ളവർക്കും കൂടി സുഗന്ധം പരത്തണമെങ്കിൽ എന്ത് വേണം? അതിനെ നന്നായി പരിപാലിക്കണം തോട്ടക്കാരൻ അല്ലെ. അപ്പോ അതേപോലെ തന്നെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരികളായിട്ടുള്ള എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ, മനസ്സിലാവുന്നുണ്ടോ? പൂന്തോട്ടത്തിലെ പൂക്കൾ, സുഗന്ധം വിതറി നിൽക്കുന്ന പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ കുട്ടികൾ എന്ത് ചെയ്യണം? സമൂഹത്തിനും രാഷ്ട്രത്തിനും അല്ലെ ഉപകാരികളായിട്ടുള്ള നല്ല പൗരന്മാരായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വിരിഞ്ഞ് മറ്റുള്ള എല്ലാവർക്കും ഉപകാരികളായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം, പൂക്കളെ പോലെ വിരിഞ്ഞു നിൽക്കണം. അതാണ് കിൻഡർ ഗാർഡൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ കിൻഡർ ഗാർഡൻ മെത്തേഡിന്റെ ആ ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് കുട്ടികളുടെ നൈസർഗിക വാസനകളെ അവലംബമാക്കി പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് കളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് പ്രബൽ കരുതി. നൈസർഗിക വാസനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ ഉള്ള കഴിവുകളാണ്. അപ്പൊ ജന്മനാ ഉള്ള കഴിവുകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? കളിയാണ്, പ്ലേ വേ മെത്തേഡ് അല്ലെ. കളിയാണ് ഉപയോഗിക്കേണ്ടത്. കളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? ഫ്രബൽ പറയുന്നത്. മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന തന്റെ ഗ്രന്ഥത്തിൽ വിദ്യാഭ്യാസം കളിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും ചെറുപ്രായത്തിൽ ആരംഭിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസം. എന്താണ്? ഫ്രബലിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസം. ഈ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം വിദ്യാഭ്യാസം കളിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് അല്ലെ, ചെറുപ്രായത്തിൽ തന്നെ അത് ആരംഭിക്കണം എന്നുമാണ് എന്തിൽ പറയുന്നത്? മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രബലിന്റെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണട്ടോ, ബുക്കുള്ളവർ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ സൈഡിലേക്ക് എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെക്കുക. മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന ബുക്ക് ആരാണ്? അതിന്റെ നേരെ ആരോ മാർക്ക് ഇട്ടിട്ട് ഫ്രബൽ എഴുതി വെക്കുക. അതിൽ പറയുന്നത് എന്താണ്?
എന്താണ് വിദ്യാഭ്യാസം എന്തിൽ അധിഷ്ഠിതമായിരിക്കണം? കളിയിൽ അധിഷ്ഠിതമായിരിക്കണം. അത് ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം? ആരംഭിക്കണം. ഇതാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്? മനുഷ്യന്റെ വിദ്യാഭ്യാസം. മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന പുസ്തകമാണ് കേട്ടോ. അതിലാണ് ഇത് പറയുന്നത്. വിദ്യാഭ്യാസം കളിയിൽ അധിഷ്ഠിതമാവണമെന്നും അത് ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കണമെന്നും ഇത്ര മാത്രമേ ഉള്ളൂ അതിൽ പറയുന്നത്. പിന്നെ കിൻഡർ ഗാർഡന്റെ ഇരുവശത്തായി ഗൃഹവും വിദ്യാലയവും അഥവാ രക്ഷകർത്താക്കളും അധ്യാപകരും ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കണ്ടോ? ഈ കിൻഡർ ഗാർഡന്റെ ഇരുവശത്തുമായിട്ട് എന്തൊക്കെ ഉണ്ടാവണം? വീടുണ്ടാവണം, വിദ്യാലയം ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് നമ്മുടെ കുട്ടികൾ. ആ പൂന്തോട്ടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ടാവണം? വീടും ഉണ്ടാവണം, വിദ്യാലയം ഉണ്ടാവണം. മനസ്സിലാവണ്ട? പൂന്തോട്ടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വീടും വിദ്യാലയവും. പിന്നെ ആ വീടും വിദ്യാലയവും ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാ? വീട്ടില് രക്ഷകർത്താക്കള്, പാരന്റ്സും ടീച്ചേഴ്സും, സ്കൂളില് അധ്യാപകര്. അതാണ് വീടും വിദ്യാലയവും. അപ്പോ അധ്യാപകരും രക്ഷകർത്താക്കളും ഉണ്ടാകണമെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. വീടും വിദ്യാലയം ഉണ്ടാവണം എന്ന് പറഞ്ഞാല് അധ്യാപകരും രക്ഷകർത്താക്കളും. പിന്നെ അപ്പോ ഈ ഒരു എന്താ പറയാ കിൻഡർ ഗാർഡൻ സ്കൂൾ എന്ന് പറയുന്നത് ബ്ലാങ്കൻബർഗിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്. എവിടെയാണ്? ബ്ലാങ്കൻബർഗിലാണ് കിൻഡർ ഗാർഡൻ സ്കൂൾ സ്ഥാപിച്ചത്. അപ്പൊ അത് വിജയമാണെന്ന് കണ്ടതോടുകൂടിയാണ് തന്റെ ആശയാഭിലാഷങ്ങൾക്കും തത്വങ്ങൾക്കും രീതികൾക്കും അനുസരണമായിട്ട് ഉപകരണങ്ങൾ നിർമ്മിക്കാനും കിൻഡർ ഗാർഡനുകൾ സ്ഥാപിക്കാനും അദ്ദേഹം സമയം മുഴുവൻ നീക്കിവെച്ചത്. അതൊന്നും വേണ്ട. പിന്നെ പറയുന്നത് ആദർശവാദ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ഫ്രൊബലിന്റെ കിൻഡർ ഗാർഡൻ രീതി. അത്രയേ ഉള്ളൂ. ഇനി പറയുന്നത് നോക്കിക്കേ, പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണ് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് പരിണാമ സിദ്ധാന്തം? പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാണ്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സയൻസിലൊക്കെ പണ്ട്, അല്ലെ? അപ്പൊ അതേപോലെ തന്നെ കുട്ടികൾ എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ്, അല്ലെ? അവർക്ക് എന്ത് ചെയ്യുന്നു? ഓരോ നിമിഷം തോറും എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഏകദേശം ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ച് ഇനി മാറ്റങ്ങളൊന്നും വരുന്നില്ലേ എന്നുള്ള സംശയത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. ഓരോ സെക്കൻഡിലും എന്ന് പറഞ്ഞ പോലെ അവർക്ക് എന്ത് ചെയ്യാണ്? ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ച് അവർ നേടിയെടുത്ത് അവര് എന്ത് ചെയ്യാണ്? പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്തുകയാണ്, അല്ലെ? അപ്പൊ പരിണാമ സിദ്ധാന്തം അനുസരിച്ചാണ് കുട്ടികളുടെ പ്രവർത്തനം എന്ത് ചെയ്തിട്ടുള്ളത്? ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസം സന്തോഷപ്രദവും താല്പര്യപൂർണവും ആക്കാൻ പോകുന്നതാണ് ഈ രീതി, അല്ലെ? കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സന്തോഷപ്രദവും അതേപോലെ തന്നെ താല്പര്യവും ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരേപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പാറ്റേണിൽ പോകാൻ പാടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, അല്ലെ? അപ്പൊ കിൻഡർ ഗാർഡൻ സ്കൂളുകളിൽ പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. കിൻഡർ ഗാർഡൻ സ്കൂളിൽ എന്തില്ല? പുസ്തകങ്ങളില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏതെല്ലാം ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണമെന്ന് നിജപ്പെടുത്താറുമില്ല. കുട്ടികളുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ വേണമെന്ന് മുൻകൂട്ടി അവരെ തയ്യാറാക്കാറുമില്ല. സുഖീയ പ്രവർത്തനം, സർഗാത്മക സഹകരണം എന്നിവയുടെ പ്രായോഗിക രൂപമാണ് ഈ സ്കൂളുകളിൽ കാണുക. അപ്പൊ നമ്മുടെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ കാണുന്നത് എന്താണ്? സുഖീയ പ്രവർത്തനം. സുഖീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായി പ്രവർത്തിക്കുക, സ്വന്തമായി പ്രവർത്തിച്ച് പഠിക്കുക, അതാണ്. പിന്നെ സർഗാത്മക സഹകരണം, നമ്മുടെ സർഗാത്മകമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളർത്തുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിവയുടെ പ്രായോഗിക രൂപമാണ് ഇവിടെ കാണുന്നത്, കിൻഡർ ഗാർഡനിൽ കാണുക. സ്വയം പ്രവർത്തിച്ച് സ്വന്തം കഴിവുകൾ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. സ്വന്തം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. ഇതാണ് ഇവിടെ നടക്കുന്നത്, കിൻഡർ ഗാർഡനിൽ നടക്കുന്നത്. കിൻഡർ ഗാർഡൻ അത് എത്ര വർഷമാണ് സ്കൂള്? അത് നമ്മുടെ ഇതുപോലെ തന്നെ LKG UKG പഠിക്കുന്നതിന് മുന്നേ ഇപ്പൊ നമ്മൾ പ്ലേ സ്കൂളൊക്കെ പോവാറില്ലേ? അതേപോലെ തന്നെ കിൻഡർ ഗാർഡനും ഇതേപോലെ തന്നെ LKG UKG പോലെ തന്നെയാണ്. 2 വർഷം. പ്ലേ സ്കൂൾ ഒരു വർഷമല്ലേ മിസ്സേ? പ്ലേ സ്കൂൾ ഒരു വർഷമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കിൻഡർ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ LKG UKG പകരമായിട്ടുള്ള സംഭവമാണ്. മോണ്ടിസോറി. LKG UKG ആദ്യം തുടങ്ങണേക്ക് മുമ്പ് കിൻഡർ ഗാർഡൻ എന്നായിരുന്നു പേരുന്നോന്നാണ്, അല്ലേ? അങ്ങനെ കണ്ടല്ലോ. ചെറിയ കുഞ്ഞു മക്കൾ എന്തായാലും നമ്മൾ അതിന്റെ മുന്നേ കൊണ്ടുപോയി ചേർത്തൂലല്ലോ. 1 വയസ്സ് 2 വയസ്സിലൊന്നും കൊണ്ട് ചേർത്തൂലല്ലോ. 3 വയസ്സിലൊക്കെ ഉള്ളൂ നമ്മൾ പ്ലേ സ്കൂളിലാക്കുക. പിന്നെ പ്ലേ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ LKG UKGയിലാക്കുക 4-5 വയസ്സിൽ. അപ്പൊ ഇതിന്റെ മുന്നേ ഉള്ള ഇതേപോലെയുള്ള നമ്മുടെ LKG UKGയുടെ പോലെയുള്ളതാണ് ഏത് ഈ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ കിൻഡർ ഗാർഡനിലൊന്നും ഇതില്ല, ബുക്സ് കൊടുക്കുന്നില്ല കുട്ടികൾക്ക്? ഇപ്പൊ അങ്ങനെ പല സ്കൂളുകളിലും ചില എവിടേക്കോ റെയർ ആയിട്ടൊക്കെ അല്ലേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ഈ ഭാഗത്തൊന്നും അങ്ങനെ കിൻഡർ ഗാർഡൻ സ്കൂളുകളൊന്നും ഇല്ല.
LKG UKG തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. മലപ്പുറം ഏരിയാസിലൊന്നും അങ്ങനെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇന്റർ ഗാർഡൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. LKG UKG തന്നെയാണ് അധികം ഉള്ളത്. നിങ്ങളാ ഭാഗത്തൊക്കെ ഉണ്ടാ? എന്റെ നാട്ടിലല്ല, പഴയങ്ങാടി എന്ന് പറയും, കണ്ണൂര് അങ്ങോട്ട്. അവിടെയുണ്ട് കിൻഡർ കിൻഡർ ഗാർഡൻ. ഗാർഡൻ. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടുത്തെ പഠന രീതിയൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതാണ് എനിക്കും അറിയാത്ത. ഇപ്പൊ ഇതിലൊക്കെ സിദ്ധാന്തങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷെ അവിടെ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. പുസ്തകം കിൻഡർ വെക്കും. ഗാർഡനിൽ പേര് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. LKG UKG അവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ആദ്യം എന്റെ ഇളയ മോനൊക്കെ ആദ്യം കിൻഡർ ഗാർഡനിലാണ് ചേർക്കണേന്ന് പറഞ്ഞാണ് അവർ ചേർക്കണത്. പക്ഷെ LKG UKG ആണ് അവർ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ഒക്കെ തന്നു. ആണല്ലേ? അപ്പൊ പിന്നെ ഇവിടെ പറയുന്ന നോക്കിക്കേ, ടെക്സ്റ്റ് വെക്കാതെയാണ് പഠിപ്പിക്കാന്നാ പറയുന്നത്. പക്ഷെ അതാണ് പറഞ്ഞ കിൻഡർ ഗാർഡൻ പറയുമ്പോ എന്റെ മനസ്സിൽ എന്താ പറഞ്ഞോ LKG UKG ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അതാണ് ആലോചിച്ചത്. അതാണ്. പക്ഷെ ഇതിലങ്ങനെ പറയുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് വേണ്ടെന്നാണ് പറയാ. ഇപ്പത്തെ കാലഘട്ടത്തിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ കുട്ടികളെ എങ്ങനെയാ പഠിപ്പിക്കുക? എന്തെങ്കിലും ഒന്ന് കുട്ടികളെ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് എങ്കിലും വേണ്ടിയില്ല. അപ്പൊ മിസ് അതിനനുസരിച്ചുള്ള അതുപോലെ കാര്യങ്ങളൊക്കെ ഈ ഉണ്ടാവും. മോണ്ടിസറി എന്ന് പറയുന്നതും പ്രീ സ്കൂൾ തന്നെയല്ലേ, പ്രീ പ്രൈമറി? നമ്മളെ അല്ല, കണ്ണൂര് സെയിം ആണ് ഒരു LKG. വേറെ സ്കൂള്. അല്ലല്ല, നമ്മളെ കണ്ണൂര് മോണ്ടിസറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്, 10th വരെ ഉണ്ട്. മോണ്ടിസോറി എന്നാ പറയാ. അത് ശരി. അതിലെന്താ പഠിപ്പിക്കണേ? അത് 10th CBSE ആണെന്ന് തോന്നുന്നു. പക്ഷെ അല്ല, പേര് കേട്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാ മിസ്സിന്റെ അടുത്ത്. സാധാരണ അമ്മ ഇപ്പം പഠിക്കുന്നതെന്ന് വെച്ചാൽ പ്രീ പ്രൈമറി ആണല്ലോ. നമ്മളിപ്പോ മോണ്ടിസറി എന്ന് പറയുന്നിട്ട പ്രീ പ്രൈമറി, പക്ഷെ അവിടെ 10th വരെ ഉണ്ട്. മോണ്ടിസറി തന്നെ, സ്കൂളിന്റെ പേര് മോണ്ടിസറി. മോണ്ടിസോറി. എന്താന്നറിയില്ല, അവിടുത്തെ ഇത് CBSE ആണെന്ന് തോന്നുന്നു. ചിലപ്പം ചെറിയ ക്ലാസ്സുകളൊക്കെ മോണ്ടിസോറി രീതിയിൽ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. പിന്നെ അവിടെ ഹയർ ക്ലാസ്സിലൊക്കെ സാധാ പോലെ തന്നെ ആയിരിക്കും, കോമൺ ആയിരിക്കും. അല്ല, പേര് കേട്ടോണ്ട് മിസ്സിനോട് പറഞ്ഞതാ, പേര് എങ്ങനെ ആയോണ്ട്. പിന്നെ അപ്പൊ നോക്കിക്കേ, സ്വകീയ പ്രവർത്തനം, സർഗാത്മക സഹകരണം. മിസ് സ്റ്റക്കായില്ല മിസ്. മിസ് വീണ്ടും ഇതിന്റെ സ്റ്റക്ക്. പ്രായോഗിക അസീന മിസ്, മോനിക്ക് ക്ലാസ് ഇല്ല ഇന്ന്? ഹലോ, ക്ലാസ് ഉണ്ട്. മിസ്സിന്റെ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടക്ക്. സുബീന മിസ്സിന്റെ കോള് വന്ന് കട്ടായതാ. ക്ലാസ് ഉണ്ട്. ഞാനിപ്പോ മിസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണല്ലോ എന്ന് ഓർത്തിരിക്കണേ. ഇപ്പൊ കഴിയടാ, സമയം ഏകദേശം ആയല്ലോ കേട്ടോ. ഇനി നമുക്ക് നാളെ ഉണ്ടാവില്ല കേട്ടോ. നാളെ എനിക്ക് ഓൾറെഡി ബുക്ക്ഡ് ആണ് ക്ലാസ്. ടൈം ടേബിൾ പ്രകാരം സെറ്റ് ചെയ്യുന്നതാണ്. ഇനി സൺഡേ എടുക്കാം നമുക്ക്. സൺഡേ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ആ രണ്ട് ടൈമിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഒരു 1.5 മണിക്കൂറൊക്കെ. മിസ്സേ, സൺഡേ ആണെങ്കിൽ ഒരു ഉച്ചക്ക് എടുക്കാൻ നോക്കണേ, 2 to 3. രാവിലെ പറ്റുമോ? രാവിലെ പറ്റൂല, ഉച്ചക്ക് പറ്റും. അല്ല അസീന മിസ്സേ, 2 o'clock നമുക്ക് ക്ലാസ്സിൽ ആര്യ മിസ്സിന്റെ സാറ്റർഡേ സൺഡേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സുബിന മിസ്സിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ മിസ് പറഞ്ഞ് 11 o'clock വെക്കാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏത് ക്ലാസ്? മിസ് എന്തായാലും റെക്കോർഡ് കിട്ടുമല്ലോ, കേറിയിട്ട് എനിക്ക് എന്താ ചെയ്യാം, കുഴപ്പമില്ല. അതല്ല ഇപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് വേറെ പോയിക്കൊണ്ടിരിക്കണത്, വേറെ എടുത്തോണ്ടിരിക്കണത്? നമുക്ക് അബാക്കസിന്റെ. ഏതാ? അല്ല, സൺഡേ ഉള്ളത് അബാക്കസ് ക്ലാസ്. അബാക്കസ് ആണല്ലേ? ശരി. അബാക്കസിന്റെ ക്ലാസ് കഴിഞ്ഞതാ, അപ്പൊ റിവിഷൻ ക്ലാസ് ആണ് ഇപ്പൊ. മറ്റേ അല്ലാണ്ട് ഇംഗ്ലീഷും സ്കൂൾ ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. അത് ഇംഗ്ലീഷ് സ്കൂൾ ഓർഗനൈസേഷൻ കഴിഞ്ഞോ? ഇല്ല, തീർന്നിട്ടില്ല. തീർന്നിട്ടില്ല. എത്ര ചാപ്റ്റർ ആയി? 5. സ്കൂൾ ഓർഗനൈസേഷൻ ലാസ്റ്റ് ഒരു കുറച്ച് ഭാഗവും കൂടെ ഉള്ളൂ. ഇനി കുറച്ചേ ഇംഗ്ലീഷ് ഉള്ളൂ. ഇപ്പൊ ഗ്രാമർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നീങ്ങിയിട്ടില്ല ഒട്ടും. ഓക്കെ, നമുക്ക് നമ്മളത് വേഗം തീർക്കണല്ലോ. കിട്ടുന്ന സമയം മാക്സിമം യൂസ് ചെയ്യാണ് ഞാൻ. നിങ്ങൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് കാണുക കേട്ടോ. ക്ലാസ് പോവാതെ നിങ്ങൾ എക്സാം എഴുതാൻ നിൽക്കരുത്. ക്ലാസ് കണ്ട്
എന്തെങ്കിലും നോട്ട് ചെയ്യാണ്ടെങ്കിൽ നോട്ട് ചെയ്ത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിച്ചിട്ട് പോവാം. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കളി, ചലനം, നിർമ്മാണം, പ്ലേ, മൂവ്മെന്റ്, കൺസ്ട്രക്ഷൻ എന്നീ 3 പ്രവർത്തികളാണ് എവിടെ ഉള്ളത്? കിൻഡർ ഗാർഡനിലുള്ളത്. എന്തൊക്കെയാണ്? പ്ലേ, മൂവ്മെന്റ്, കൺസ്ട്രക്ഷൻ. കളിക്കുക, ചലനങ്ങൾ, പലതരത്തിലുള്ള കളിയിലൂടെയുള്ള കളി മാത്രമല്ല അതുപോലെയുള്ള ചലനങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ഒരുപാട് കാര്യങ്ങൾ നിർമ്മിക്കുക അല്ലെ? നോളജ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിർമ്മിച്ച്. ഇപ്പൊ നമ്മള് ബിൽഡിംഗ് കട്ടകളൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കൂലേ? ബ്ലോക്സ്. ബ്ലോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി അല്ലെ? അപ്പൊ അതേപോലെ തന്നെയുള്ള പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും എന്നാണ് പറയുന്നത് എവിടെ? കിൻഡർ ഗാർഡനിൽ. പിന്നെ പാട്ടിലും അഭിനയത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും കുട്ടികൾ തങ്ങളുടെ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പാട്ടിലൂടെ, അഭിനയത്തിലൂടെ, നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അവരുടെ വികാര വിചാരങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾ അവതരിപ്പിക്കും. ഒരു കഥ പഠിക്കുമ്പോൾ ആദ്യം അത് പാട്ടുരൂപത്തിലും പിന്നീട് അഭിനയ രൂപത്തിലും അവസാനമായി കടലാസ്, മണ്ണ്, തടി മുതലായവ ഉപയോഗിച്ച് മോഡലുകളും സീനുകളും നിർമ്മിച്ചുമാണ് ബോധനം നിർവഹിക്കപ്പെടുന്നത്. കണ്ടോ? എന്താ ആദ്യം പറഞ്ഞത്? ഒരു കഥ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ആ കഥ പഠിക്കുമ്പോൾ ആ കഥയെ എന്തിലാക്കും? പാട്ടുരൂപത്തിലേക്ക് മാറ്റും. പിന്നെ അത് അഭിനയിക്കും. പിന്നെ അത് അവസാനമായിട്ട് കടലാസ് കൊണ്ടോ കളിമണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ അല്ലെ ഉപയോഗിച്ചിട്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ചില മോഡലോ സീനൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യും? പഠിക്കും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്, കിൻഡർ ഗാർഡനിൽ നടക്കുന്നത്. ഒരു കഥയെ പാട്ടാക്കാം അല്ലെ, മോഡലുകളാക്കാം, അഭിനയിച്ച് കാണിക്കാം, ഇതൊക്കെ ആക്കി പഠിക്കുക. പിന്നെ പരസ്പരം ബന്ധപ്പെട്ട 3 ഘടകങ്ങളായിട്ടാണ് ഇവയെ കണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പൊതുവസ്തുക്കളെ പറ്റി പാട്ടുകൾ രചിച്ച് കുട്ടികളെ അഭ്യസിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ നിത്യജീവിതത്തില് ഇപ്പൊ നമ്മൾ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾക്കിപ്പോ എല്ലാം സുപരിചിതമാണ്, പക്ഷെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു പാട്ട് രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അത് വേഗം മനസ്സിലാവൂലേ? അപ്പൊ നമ്മൾ പണ്ട്, എനിക്ക് ഓർമ്മ, എനിക്കത് മുഴുവനൊന്നും ഓർമ്മയില്ല, ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴാണ്, 5ലാണോ 4ലാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു ടീച്ചർ നമുക്ക് സംസ്ഥാനങ്ങൾ പഠിപ്പിച്ചതാണ്, സ്റ്റേറ്റ്സ് പഠിപ്പിച്ചതാണ്. അപ്പൊ സ്റ്റേറ്റ്സിന്റെ പേരുകൾ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു പാട്ട് പാടി തന്നിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് 1-2 വരിയൊക്കെ ഓർമ്മയുള്ളൂ, ബാക്കിക്ക് ഓർമ്മയില്ല. ജമ്മു കാശ്മീർ ജില്ല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ജില്ല സ്റ്റേറ്റ്സും അതേപോലെ ഉണ്ട്. ജമ്മു, കാശ്മീർ, ഹരിയാന, പഞ്ചാബ്, ആസാം, തമിഴ്നാട്, രാജസ്ഥാൻ, ഒറീസ, ബീഹാർ, മധ്യപ്രദേശും. ഒരു പാട്ടിന്റെ ട്യൂണിലായല്ലോ അത്. ഇപ്പൊ നമ്മൾ ആ സംസ്ഥാനങ്ങൾ മറക്കൂലല്ലോ. ജമ്മു, കാശ്മീർ, ഹരിയാന, പഞ്ചാബ്, ആസാം, തമിഴ്നാടും, രാജസ്ഥാൻ, ഒറീസ, ബീഹാർ, മധ്യപ്രദേശും എന്നീ സംസ്ഥാന, ഇനി അതിന്റെ ഇടയിൽ വരികൾ ഉണ്ട് കേട്ടോ, ബാക്കിക്ക് പറഞ്ഞേ, പിന്നെ അതിന്റെ ലാസ്റ്റേക്ക് ഓർമ്മ വരുന്നുള്ളൂ. എന്നീ സംസ്ഥാനങ്ങളെല്ലാം ഭാരതഷ്മാദേവിയുടെ തൃപ്പതാകകൾ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഇപ്പൊ ഇപ്പോഴും എന്റെ മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് എവിടെയോ. പക്ഷെ ഞാനത് ഓട്ടോമാറ്റിക്കലി എന്റെ വായിന്ന് ഇങ്ങനെ വരും അത്. പക്ഷെ എനിക്ക് അതിന്റെ മുഴുവൻ അറിയില്ല, ഞാൻ മറന്നുപോയി. പക്ഷെ എന്നാലും നമ്മളത് മറക്കുന്നില്ല, നമ്മുടെ മനസ്സിൽ ഇത്ര ഇഷ്ടപ്പെട്ട ഒന്നായതുകൊണ്ടാ. ഞാൻ ഇതിന്റെ മുന്നേ വേറൊരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നാഷണൽ എന്ന് പറഞ്ഞിട്ട്, അറിയുമെന്ന് അറിയില്ല, മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളാണ്. അപ്പൊ അവിടെ ഒരു ബയോളജിയുടെ സാർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബയോളജിയുടെ സാറ് കുട്ടികൾക്ക് ബയോളജി പഠിപ്പിച്ചു കൊടുക്കുക പാട്ടായിട്ടാണ്. 10ാം ക്ലാസ്സിലൊക്കെ, 8ലും 9ലും 10ലൊക്കെ ബയോളജി കുട്ടികൾക്ക് ഒരുപാട് ടേംസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യുക? പ്രിന്റ് ഔട്ട് അങ്ങോട്ട് കൊടുക്കും, പാട്ട് എഴുതിയിട്ടുള്ള. ഈ ബയോളജിയിലെ ഫുൾ ടേംസും കാര്യങ്ങളും കൊട്ടേഷൻസും എന്തായാലും കുട്ടികൾ പാട്ട്. അപ്പൊ നമ്മൾ എക്സാം ഹാളിലൊക്കെ കുട്ടികൾക്ക് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് പോകുമ്പോൾ ഈ പിള്ളേര് കാണാൻ അങ്ങനെ പാട്ട് ഇങ്ങനെ പാടി നോക്കുന്നു. അപ്പൊ ചില കുട്ടികൾ, ചിലർക്ക് ഉച്ചത്തിൽ പാടാനല്ല അറിയൂ, ഭയങ്കര ഉച്ചത്തിലല്ല, നല്ല ചെറുതായിട്ട് കേൾക്കുമല്ലോ, അവരിങ്ങനെ പാട്ട് പാടി നോക്കും. അപ്പൊ ഇങ്ങനെ പാട്ട് പാടി നോക്കിയിട്ട് അവർക്ക് ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് അവിടെ എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് അത് ആൻസർ. അങ്ങനെ. അപ്പൊ നമ്മൾ ഈ ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, മനസ്സിൽ നിൽക്കാത്തവർക്കൊക്കെ ഈ പാട്ട് പഠിച്ചാല് ആ ഒരു ഭാഗം അവിടെ കവർ ചെയ്യാം. ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിനെ മൊത്തം ഒരു പാട്ടിലേക്ക് ആക്കുക. അങ്ങനെ പഠിപ്പിക്കുന്ന ഞാൻ അത് കണ്ടിട്ടുള്ള. പിന്നെ ഞാൻ എന്റെ ചെറുപ്പം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടത് ഞാൻ ആ സ്കൂളിലാണ്. കുട്ടികൾക്ക് അങ്ങനെ ബയോളജി ഒക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, കണ്ടോ? അപ്പൊ പാട്ടുകൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു? നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പൊതുവസ്തുക്കളെ പറ്റി പാട്ടുകൾ രചിച്ചിട്ട് എന്ത് ചെയ്യുക? കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ കുട്ടികൾക്ക് വേഗം പഠിക്കാൻ പറ്റും. പിന്നെ കുട്ടികളുടെ ഇന്ദ്രിയങ്ങളും അവയവങ്ങളും പേശികളും ഉപയോഗപ്പെടുത്തണം. കുട്ടികളുടെ 5 സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഓരോ പാട്ടും അഭിനയ പ്രാധാന്യമുള്ളതായിരുന്നാൽ നന്ന്. അഭിനയിച്ച് കാണിക്കാനും പറ്റിയാൽ, ഓരോ പാട്ടും എന്ത് ചെയ്യണം? അഭിനയിച്ച് കാണിക്കാൻ പറ്റിയാൽ നല്ലതാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുസരണമായിട്ടുള്ള വിവിധ പാട്ടുകളും കളികളും തയ്യാറാക്കണം.
കിൻഡർ ഗാർഡനെ പോലെ അംഗീകാരം ലഭിച്ച മറ്റൊരു വിദ്യാഭ്യാസ രീതി ഇല്ല എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് പ്രബല അവതരിപ്പിച്ചിട്ടുള്ള കിൻഡർ ഗാർഡൻ മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ വലിയ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് ഓഫ് ടീച്ചിങ് വേറെ കൊടുത്തിട്ടില്ല, ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ് ആൽഫ്രഡ് ഫ്രബലിന്റെ ഭാഗത്ത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇയാള് പോയോ മോന്റെ ക്ലാസ്സിന്റെ കൂടെ? ഇല്ല, ഞാനിവിടെ ഉണ്ട്. കഴിയാറായോ മിസ്സേ? ഉണ്ടല്ലേ. ഇല്ല 10 മിനിറ്റ് കൂടി, 5 മിനിറ്റ് കൂടി എടുക്കുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് ഏതൊക്കെയാ? റൂസോ എടുത്തു, മാക്മിലൻ സിസ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഓർത്തിരിക്കേണ്ട 2 സെന്റൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. റൂസോ എടുത്തു, പിന്നെ ഏതെടുത്തേ? പ്രബൽ എടുത്തു, പിന്നെ ജോൺ ഡൂയിങ്ങിന്റെ കാര്യം, പിന്നെ കിൻഡർ ഗാർഡൻ. ഗാർഡനോ? ഫസ്റ്റ് ചാപ്റ്റർ മാത്രല്ലേ മിസ് ഇംഗ്ലീഷിന്റെ നോട്ട്സ് ഇട്ടിട്ടുള്ളൂ? ആണോടാ, ഞാൻ മറക്കണതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും വിടാട്ടോ. അന്ന് ഒരു നോട്ട് മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ. പിന്നെ ഞാനാണ് പറഞ്ഞത് മിസ്സേ ടെക്സ്റ്റ് ഒന്ന് എടുത്തതാ, ഞാൻ ടെക്സ്റ്റ് നോക്കിക്കോളാം. ഞാൻ വിട്ടുതരാം. ഇംഗ്ലീഷ് നോട്ട്സ് വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്, 2-3 ചാപ്റ്റേഴ്സ്. മലയാളത്തിലും ക്വസ്റ്റ്യൻ ഇല്ലേ? നിങ്ങൾ മലയാളത്തിലല്ല എക്സാം എഴുതുന്നത്, ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ വരത്തുള്ളൂ. മിസ് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഇംഗ്ലീഷിലാണ് എഴുതുന്നത്? ഓക്കെ. ജുവേരിയ മിസ് ഞാനുമാണ് പറഞ്ഞത്. പിന്നെ ഐഷ മിസ്സും ആയിരുന്നു പറഞ്ഞിരുന്നത് മലയാളത്തിൽ എഴുതാന്ന്. പിന്നെ സബിത മിസ്സിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരിക. മിസ് ഫസ്റ്റ് ചാപ്റ്റർ ഇംഗ്ലീഷ് നോട്ട് വിട്ടത്, അത് മാത്രം ഞാൻ എഴുതിയെടുത്തിട്ടുള്ളൂ. ഞാൻ ബാക്കി വിട്ടുതരാം കേട്ടോ. 2 ചാപ്റ്ററും കൂടി ഉണ്ട് കയ്യില്, വിട്ടുതരാം. ബാക്കിയുള്ളത് നീ റെഡി ആക്കണം. മാർക്ക് വ്യത്യാസമൊന്നും വരില്ലല്ലോ മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും? ഒരു വ്യത്യാസമില്ല. അല്ല, ഞാൻ ഈ പഠിച്ചെടുക്കുന്ന പറഞ്ഞ ഒരു ടാസ്ക് ആണ്. എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചെഴുതാൻ ഇനി ഒരു ബുദ്ധിമുട്ട് വരും. കാരണം അത് ടെക്സ്റ്റ് ഇല്ല, പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ മലയാളത്തിൽ തന്നെ പഠിക്കാൻ. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ ഭാഷയിൽ അപ്പൊ എഴുതണം എന്നുണ്ടെങ്കിൽ മറന്നുപോയാ പിന്നെ പെട്ടോ. അതാണ്. അപ്പൊ പഠിച്ച് നമുക്ക് മറന്നുപോയാൽ പെടൂലേ, നീ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ പിന്നെ വേണ്ട, റിസ്ക് എടുക്കണമെങ്കിൽ അത്രയും ഫ്ലുവന്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന നല്ലത്, അല്ലാത്തവര് മലയാളത്തിൽ എഴുതുന്ന നല്ലത്. മിസ് എന്റെ കോൺഫിഡൻസ് വെപ്പിച്ചു. എനിക്കിപ്പോ പേടിയായി. എന്താടാ? അല്ല, ഞാൻ ഇംഗ്ലീഷിലെഴുതും. മിസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനും വിചാരിക്കുന്നു മലയാളത്തിൽ എഴുതിയാലോ. പക്ഷെ മലയാളത്തിൽ ഓരോ വേർഡ്സ് കിട്ടൂല മിസ്സേ. ഇതിൽ അങ്ങനെ പ്രധാന എന്ത് വേർഡ്സാ ഉള്ളത്? ഇതിൽ കുറച്ച് പുസ്തകങ്ങളുടെ പേരും അതൊക്കെ ഇംഗ്ലീഷിൽ എഴുതടോ, അങ്ങനെയൊന്നും പ്രശ്നമല്ല. പുസ്തകങ്ങളുടെ പേരും ടേംസും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതാം. എഴുതുന്ന കാര്യങ്ങള് ഇപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷില് അച്ചടിച്ചുവിടരുതാ? അതോ അവിടെ ചോദിക്കണം, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ചോദിക്കണം. പക്ഷെ നമ്മള് അല്ല, സാധാരണ നമ്മളിപ്പം PPT അല്ല ഇതിനൊക്കെ പോകുമ്പോ ഓഫ്ലൈനിൽ പോകുമ്പോ മലയാളത്തിൽ തന്നെ ഉണ്ടാവാ? മിസ് ഞാൻ ഇറങ്ങുവാണേ. ഇറങ്ങാണ്. ആ സമയമായിടാ. ശരി, ഓക്കെ, താങ്ക് യു. സമയമായി. നേരെ ഇരുന്നല്ലോ, ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിച്ചിരുന്നല്ലോ. താങ്ക് യു. നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര ബോറടിക്കുന്ന പോലെ തോന്നും. നമ്മളിങ്ങനെ മരത്തിനോടോ ചുമരിനോടോ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്തോ ഒരു ബോറിംഗ് അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ സംസാരം വേണല്ലോ. മിസ് എനിക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ, അതുകൊണ്ട് ഓൺ ചെയ്യാത്ത. ആരാണോ അത്? പേരെന്തായിരുന്നു? സബിതയോ? സബിത. എന്തു പറ്റി? ചെറിയ ബേബീനെ ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ, ആളെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കേടാ, നോ പ്രോബ്ലം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ക്ലാസ്, മതിട്ടാ. അപ്പോൾ സൺഡേ മറക്കണ്ട, ഞാൻ വേഗം മെസ്സേജ് അയക്കാം. മോർണിംഗ് എടുക്കാൻ പറ്റുമോ? മോർണിംഗ് മീൻസ് ഒരു 11 മണിയോ അല്ലെങ്കിൽ ഒരു 12 മണി മുതൽ ഒരു
1.5 വരെയൊക്കെ എടുത്താൽ എങ്ങനെയാ പറ്റുമോ? മിസ്സേ 1.5 മണിക്കൂർ അതിൽ കൂടുതൽ എടുക്കില്ല മിസ്സേ. നമുക്ക് എടുത്തോ, നമ്മള് റെക്കോർഡ് കാണാം. കൊറേ സമയം ഇരിക്കാൻ വല്ല പാടാ മിസ്സേ. അതല്ല 12 മണി മുതൽ 1.5 വരെ. അങ്ങനെ എടുക്കാം. 12 to 1.5 അപ്പൊ 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു പുതിയ ചാപ്റ്റർ തുടങ്ങിയാല് ഒരു ഏകദേശം തീരും. അത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, അതിലുള്ള പ്രധാന കാര്യങ്ങളൊക്കെ തീർത്താല് അതും കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പറയാനേ ഉള്ളൂ. പ്രധാനപ്പെട്ട മാത്രം പറഞ്ഞു. ഈ ഒരു 3-4 ചാപ്റ്റർ ഫസ്റ്റത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാലെന്നെ ഞാൻ കുറെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, എന്നാലും ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ തോന്നുകയില്ല. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ എന്തായാലും മിസ് നോട്ട്സ് ഇംഗ്ലീഷും മലയാളം വിട്ട മിസ്സേ രണ്ടും നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതാന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴും എനിക്കൊരു കൺഫ്യൂഷനായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോ ഈ പെട്ടെന്ന് പഠിച്ച് എഴുതുമ്പോൾ മലയാളം നല്ലത്. നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്നല്ലേ എക്സാമും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു മലയാളമാണ് നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. മറ്റേത് അപ്പം പഠിച്ചിട്ട് ഇല്ലെങ്കിലും അതൊരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ടേംസും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതാട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ മൂവ്മെന്റ് കൺസ്ട്രക്ഷൻ, പ്ലേ മൂവ്മെന്റ് കൺസ്ട്രക്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല. പിന്നെന്താ അതേപോലെയുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഇല്ലേ, എന്താ സിമ്പിൾ ടു കോംപ്ലക്സ്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം. അങ്ങനത്തെ ഒന്നും പ്രോബ്ലം അല്ല. ടെക്സ്റ്റ് ബുക്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്, പഠനം പ്രവൃത്തിയിലൂടെ, ലേണിംഗ് ബൈ ഡൂയിങ് എന്നതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അതിനൊന്നും ഒരു പ്രോബ്ലം അല്ല. എന്തായാലും മലയാളവും ഇംഗ്ലീഷും മിസ് വിട്ടു തരണം. വിട്ടുതരാം. ഓക്കെ, നമുക്ക് നിർത്താല്ലേ. ഇനിയിപ്പോ ഒന്ന് തുടങ്ങിയാൽ തീരൂല. നമുക്ക് അടുത്ത് തുടങ്ങാനുള്ളത് ഫ്രബല് കഴിഞ്ഞ് ഇനിയിപ്പോ ഉള്ളത് നമുക്ക് ഫ്രബൽ എടുത്തോ? നമ്മളില്ലല്ലോ. ഫ്രബൽ എടുത്തു. ഇനിയിപ്പോ കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞ ചാപ്റ്റർ കേട്ടോ. അതാ ഞാൻ പറഞ്ഞ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഈ മറിയ മോണ്ടിസോറി എടുത്ത് പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്നത് നല്ല പാഠപുസ്തകത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ നല്ല പാഠപുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ എപ്പോഴും ചോദിക്കുന്ന ഒരു എസ്സേയാണ്. പിന്നെ അതിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത് അതിലൊരു 12 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭാഷാ നൈപുണികൾ, ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് പിന്നെ അടുത്ത ചാപ്റ്റർ വരിക. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ അങ്ങോട്ട് കഴിയും. പിന്നെ ഉള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോയാൽ മതി. ഈ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. നമുക്ക് കൂടുതലൊന്നും സ്കിപ്പ് ചെയ്ത് പോകാതെ, എന്നാൽ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യാം, എന്നാൽ വലുതായിട്ട് സ്കിപ്പ് ചെയ്യാനും വയ്യ, അങ്ങനെയുള്ള അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ ഞായറാഴ്ചത്തോട് കൂടി ഞാൻ അതുകൊണ്ട് റെഡിയാക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ കുറച്ച് പറയാനുണ്ടാവുള്ളൂ. അപ്പൊ ഏകദേശം ഈ ഒരു മാസം കൊണ്ട് ഞാനിത് തീരുമാനമാക്കും. ഓക്കെ, നിങ്ങൾ PPTC സ്റ്റുഡൻസിനും ഈ ബുക്ക് തന്നെയുള്ളത്? ഞാനിത് 3 വർഷമായി പഠിപ്പിക്കുന്നത്. ഞാൻ 3 വർഷമായി നമ്മളെ ബാച്ചിലെ കുട്ടികൾക്കാ? ഞാൻ പഠിപ്പിച്ച 3 ബാച്ച് ഇറങ്ങി അവിടെ PPTC. ഇപ്പോ ഈ ബാച്ചത്തെ കഴിഞ്ഞ ബാച്ചാണ് കുട്ടികൾ വിളിച്ച് കോൺവെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ അന്നത്തെ ഓരോ സമയത്ത് പോകാൻ പറ്റില്ല. 3 പ്രാവശ്യം 3 മക്കൾ, അത് 3 ബാച്ച് ഇപ്പൊ കഴിഞ്ഞു. 3 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ മോളുണ്ടായി സ്കൂളിലൊന്നും പോകാൻ വയ്യല്ലോ, ചെറിയ കുഞ്ഞല്ലേ. അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. 90 കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും വർഷം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ചെലവാക്കി പിന്നെ നമ്മുടെ കയ്യിലെ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എത്ര ഹസ്ബൻഡിന്റെ കയ്യിൽ ഉണ്ടായാലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ വെറുതെ ഒരു ബയോഡാറ്റ അയച്ചു കൊടുത്ത. അപ്പൊ സാറ് ക്വാളിഫൈഡ് ആണ്, അപ്പൊ അതുകൊണ്ട് എടുത്തോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ അതാ മോക്ക് 3 വയസ്സാവാൻ പോകുന്നു. 3 ബാച്ച് ഇപ്പൊ കഴിഞ്ഞു. 3 വർഷമായി. എന്റെ മോളെ പ്രായമാണ് ഏകദേശം. PPTC-കാർക്ക് ഇപ്പം ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക? ട്രെയിനിങ് ആണ്. അവർക്ക് വേറൊരു ബാച്ചിൽ ഇതേപോലെ നടക്കുന്നുണ്ട്. അവർക്കാണ് ഞാൻ നാളെ എടുക്കുന്നത്. TTC-കാർക്കാണ്. PPTC-കാർക്കും മോണ്ടിസോറി TTC-കാർക്ക് രണ്ടുപേരും ഒരുമിച്ചുള്ള ബാച്ചാണ് നാളത്തത്. അപ്പൊ നമുക്ക് ട്രെയിനിങ് ഇല്ല? നിങ്ങൾക്ക് ട്രെയിനിങ്ങിന്റെ ഒന്നും പറഞ്ഞില്ലേ? നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, പക്ഷെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചിനെ. ഞാനിപ്പം മറ്റു മാനേജറോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രെയിനിങ് ഉണ്ടോ, പക്ഷെ അവര് പറയുന്നില്ല, കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയുന്നില്ല. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്താ പിന്നെ നമ്മള് പ്രാക്ടീസ് ട്രെയിനിങ് കഴിഞ്ഞോന്നൊക്കെ ചോദിക്കുമല്ലോ ഇവിടെ നിങ്ങൾ പോയപ്പോ. അതല്ല, നിങ്ങൾ മോണ്ടിസോറിക്ക് അല്ലേ ഇപ്പൊ പഠിക്കുന്നത് ശരിക്ക്?
PPTC അതാ അതല്ല, മോണ്ടിസോറി ആണ് നിങ്ങൾ എടുത്തത്. പിന്നെ ഇപ്പൊ അതിന്റെ കൂടെ ATTC തരാന്നല്ലേ പറഞ്ഞത്. അബാക്കസ് നമ്മള് അബാക്കസ് അബാക്കസും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾ നമുക്കിപ്പം 2 സർട്ടിഫിക്കറ്റ്. മോണ്ടിസോറി ആണോ? അല്ല മിസ്സേ, നമ്മളൊക്കെ ഇപ്പം PPTC അതാ ക്ലാസ്സാ തരുന്നത് മിസ്. അത് ആ മെയിൻ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള അബാക്കസിന് മിസ്സേ. അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾക്ക് പ്രീ പ്രൈമറി തരുന്നതാണ്. തരുന്നത്. അങ്ങനെ അല്ലേ? അബാക്കസിന്റെ കൂടെ നിങ്ങൾക്ക് പ്രൈമറി കൂടി കൂടെ തരുന്നു. തരുന്ന. ഓ ശരി. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മോണ്ടിസോറി ഉണ്ട്, അതിന്റെ കൂടെ PPTCയുടെ സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞാണ്. ഓക്കെ, തരുന്നുണ്ടാവും ചിലപ്പോ. നിങ്ങൾക്ക് ചിലപ്പം എക്സാം കഴിഞ്ഞ് അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ എന്തായാലും മാമിനെ വിളിക്കുമ്പോൾ ചോദിക്കാം. ഞാനിപ്പോ എന്നും ഡെയിലി വിളിക്കലുണ്ട്, ലിങ്ക് എന്ന് പറഞ്ഞാണ്ട് മാമിനെ വിളിക്കും. അപ്പോ ഞാൻ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ അവർക്ക് ഈ മോണ്ടിസോറി എന്താ മിസ്സേ? ഏത് കുട്ടികൾക്ക് എടുക്കാം? മോണ്ടിസോറി ഇതേപോലെ തന്നെയാണ്. മോണ്ടിസോറി TTC ഉണ്ട്, പ്രീ പ്രൈമറി TTC ഉണ്ട്. രണ്ടും രണ്ടാണ്. പക്ഷെ ഇതേ സബ്ജക്ട്സ് തന്നെയാണ് വരിക. അതില് പ്രീ പ്രൈമറിയും സ്കൂൾ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ വേറെ ഏതോ ഒരു സബ്ജക്റ്റും കൂടി കൂടും തോന്നുന്നുണ്ട്. മോണ്ടിസോറി തിയറി എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സ്കൂൾ ഓർഗനൈസേഷൻ സ്കൂൾ ഓർഗനൈസേഷനൊക്കെ സെയിം ആണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ എടുക്കുന്ന നാളത്തെ ബാച്ച് എന്ന് പറയുന്നത് മോണ്ടിസോറി കുട്ടികളും ഉണ്ടായില്ലേ, പ്രീ പ്രൈമറി കുട്ടികളും ഉണ്ടായില്ലേ. രണ്ടുപേരും ഉണ്ട്, രണ്ടാൾക്കാരുണ്ട്. അവർക്ക് രണ്ടാൾക്കും ഈ പേപ്പർ സെയിം ആണ്. അല്ല മിസ്സേ, നമ്മളിപ്പം ഇപ്പൊ എങ്ങനെയാണ് ഈ മോണ്ടിസറിയും PPT, എനിക്ക് എപ്പോഴുള്ള ഡൗട്ടാണ് അത്. PPTCയും മോണ്ടിസറിയും എന്താ ഡിഫറൻസ്? എന്താ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ PPTTCയിൽ ഇത്രയേ ഉള്ളൂ സബ്ജക്ട്. സ്കൂൾ ഓർഗനൈസേഷനും അതേപോലെ തന്നെ ഞാൻ സ്കൂൾ ഓർഗനൈസേഷൻ എടുത്ത ആളാട്ടോ. 2 വർഷം സ്കൂൾ ഓർഗനൈസേഷനും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് 2 ആഴ്ചയിൽ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിർത്തിക്കാഞ്ഞതാണ്. സ്കൂൾ ഓർഗനൈസേഷനും ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ ഈ സ്കൂൾ ഓർഗനൈസേഷനും പ്രീ പ്രൈമറി തിയറിയും അതേപോലെ തന്നെ ഇംഗ്ലീഷും സൈക്കോളജി എക്സാം ഉണ്ടാവില്ല. ഇംഗ്ലീഷും ആണ് എന്തിലുണ്ടാവുക, നമ്മുടെ മലയാളം. ഇംഗ്ലീഷ് മാത്രം, മലയാളം അല്ല കേട്ടോ. ഇംഗ്ലീഷും ആണ് ഇതിലുണ്ടാവുക. ഈ PPTC പഠിച്ചാൽ ഈ LKG UKG സ്റ്റുഡൻസ് അങ്ങനെ എടുക്കാൻ പറ്റും മിസ്സേ? അതെ അതെ. ആ മോണ്ടിസറി എടുത്താലും അങ്ങനെയാ? സെയിം? അങ്ങനെ തന്നെ LKG UKG ക്ലാസ്സുകൾ പഠിപ്പിക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഒന്നാം ക്ലാസ് ഒക്കെ ചിലപ്പോ ഞാനിപ്പോ പഠിപ്പിക്കുന്ന സ്കൂളിൽ ചില കുട്ടികളുണ്ട് ഇതേപോലെ PPTTC കഴിഞ്ഞവര്, മോണ്ടിസോറി കഴിഞ്ഞവരൊക്കെ. അപ്പൊ നന്നായി പെർഫോം ചെയ്യുന്നവരൊക്കെ ചിലപ്പോ കാണാം ടീച്ചർ 1ാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നത് കാണാം. നന്നായി പെർഫോം ചെയ്യുന്നവരെ, അത്യാവശ്യം കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പെർഫോം ചെയ്യുന്നവരൊക്കെ 1ാം ക്ലാസ്സിലും 2ലേക്കൊക്കെ ഇടുന്നത് കാണാം. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഈ രണ്ടും രണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചേ? അതിൽ മോണ്ടിസോറി തിയറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓ അങ്ങനെ. അപ്പൊ മോണ്ടിസറിയിൽ സ്പെഷ്യലായിട്ട് മറിയ മോണ്ടിസോറിയുടെ തിയറി ഇല്ലേ, അതും കൂടി ഉണ്ടായില്ല. നമ്മളിപ്പോ പഠിച്ചില്ലേ അതിന്. അബ്രോഡൊക്കെ ചാൻസ് കിട്ടുന്നത് MTTC എന്നോന്നല്ലേ മിസ്സേ? എല്ലാത്തിനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മള് ഗൾഫിലൊക്കെ പോവുകയാണെങ്കിൽ മോണ്ടിസോറിക്ക് കുറച്ചും കൂടി ചാൻസ് ഉണ്ട് തോന്നുന്നു. എന്നാലും PPTTCക്കും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം എങ്ങാണ്ട് ഞാനൊരു കുട്ടീനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കുട്ടി ഗൾഫിലായിരുന്നു, പഠിക്കുന്ന കുട്ടി ഗൾഫിലാണ്. അപ്പൊ ആ കുട്ടിക്ക് ട്രെയിനിങ് ഇവിടെ നാട്ടിലേക്ക് വരാൻ വയ്യല്ലോ. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഗൾഫിലുള്ള ഒരു സ്കൂളില് അതിന് മുന്നേ തന്നെ ആളെന്ത് ചെയ്തു, അടുത്തുള്ള അറിയുന്ന സ്കൂളായപ്പോ എന്ത് ചെയ്തു, അവിടെ ഒരു ടീച്ചർ ലീവിന് പോയി. അപ്പൊ ഒന്ന് നോക്കുക, ഞാൻ അങ്ങനെ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോ, ആ കുട്ടി ഇങ്ങനെ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അവിടെ പോയി. അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ക്ലാസ് എടുത്തു. അപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ഇവിടെയും ട്രെയിനിങ് തുടങ്ങുന്നത്. അപ്പൊ ട്രെയിനിങ് തുടങ്ങിയപ്പോ അവിടുത്തെ സ്കൂളിൽ ചോദിച്ചു, ഗൾഫിലെ സ്കൂളിൽ ചോദിച്ചു, എനിക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തരുമോ, ഇവിടുന്ന് ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് തരുമോ എന്ന് വെച്ചപ്പോ ഓക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, 15 ദിവസത്തെ സർട്ടിഫിക്കറ്റും കൊടുത്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, അവിടെ പഠിപ്പിക്കാനും തുടങ്ങി. PPTTC ആണ് പഠിച്ചത്. അപ്പൊ എവിടെയും എല്ലാത്തിനും സ്കോപ്പിനൊന്നും ഒരു കുറവില്ല, എല്ലായിടത്താലും സ്കോപ്പ് തന്നെയാണ്. മിസ്, നമ്മൾ ഈ ട്രെയിനിങ്ങിന് നമ്മൾ തന്നെ പോയിട്ട് അവിടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് നേരിട്ട് പറയണോ? പറയണം. നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ സെറ്റ് ആക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ, ലെസൺ പ്ലാനിന്റെയും റെക്കോർഡിന്റെയും കാര്യങ്ങളും പേപ്പേഴ്സൊക്കെ നമുക്ക് അയച്ചു തരും. അതിനുള്ള ടീച്ചിങ് എയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ലെസൺ പ്ലാനൊക്കെ എഴുതി തയ്യാറാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ പോയി 15 ദിവസം പഠിപ്പിക്കണം. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു മാർക്ക് തരും, പ്രാക്ടിക്കലിന്റെ മാർക്ക്. ആ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ മാർക്ക് വരിക. ഓക്കെ, അങ്ങനെയാണ്. നമ്മള് അങ്ങോട്ട് ചോദിക്കണോ അല്ലെ?
നിങ്ങൾക്ക് അങ്ങനെയാ. കൺഫേം എന്താ പറയാ കൺഫേം നിങ്ങൾക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആയി തോന്നുന്ന ഒരു സ്കൂൾ ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്തായിട്ടുള്ള അറിയുന്ന ആൾക്കാരുടെ ഒക്കെ സ്കൂൾ നിങ്ങൾ സെറ്റാക്കുക അങ്ങനെ. ആ, ആ. അല്ല നമ്മൾക്കിപ്പോ എന്താന്ന് അറിയില്ലല്ലോ മിസ് മാനേജറായിട്ട് ചോദിച്ചിട്ടേ ഉള്ളത്. പക്ഷെ അവര് ഒരു കറക്റ്റ് ആയിട്ട് ഒരു ഇത് തരാത്തോണ്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. ചോദിച്ചു നോക്കാം നമുക്ക് കേട്ടോ. എന്നാ ശരിയടാ. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. ഓക്കെ ഗുഡ് നൈറ്റ്. Okay. താങ്ക് യു മിസ്. ഓക്കെ.